വെൽക്കം ടു പ്രൈം ഡയറക്ഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റ് സീരീസിനെ കുറിച്ചാണ്. അപ്പോൾ ഡിജിറ്റ് സീരീസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ 3 ബേസിക് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ് പഠിക്കണം. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 3, 5, 7 ഇതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ്. പിന്നെ ഇവൺ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 4, 6, 8. അപ്പോൾ ഒരു ഡൗട്ട് വരും, 0 ഒരു ഇവൺ നമ്പറാണ്. അതെ, 0യും കൂടി ഒരു ഇവൺ നമ്പറാണ്. പിന്നെ ഉള്ളത് നമുക്ക് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പഠിക്കാൻ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 5, 7. പിന്നെ ഉള്ളത് കമ്പോസിറ്റ് നമ്പറാണ്. നാല്, 6, 8, 9 ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സും കമ്പോസിറ്റ് നമ്പേഴ്സും. ഇനിയുള്ളത് ഇതിൽ രണ്ടും പെടാത്ത 0യും 1ഉം. ഇത് രണ്ടും പ്രൈം നമ്പറും അല്ല, കമ്പോസിറ്റ് നമ്പറും അല്ല. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് ഡിജിറ്റ് സീരീസ്. 0 മുതൽ 9 വരെയുള്ള ഏത് നമ്പേഴ്സും ഇതിൽ വേണമെങ്കിൽ വരാം. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഹൗ മെനി സച്ച് ഇവൺ നമ്പേഴ്സ് ആർ ദർ വിച്ച് ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ എൻ ഇവൺ നമ്പർ ആൻഡ് ഇമീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ എൻ ഓഡ് നമ്പർ? സോ ഫോളോഡ് ബൈ നമുക്ക് ചോദ്യം എന്താണ്? ഇവൺ നമ്പർ ഏതാണെന്നാണ്. അപ്പോൾ ഇവൺ എന്നിവിടെ എഴുതി. പിന്നെന്താണ്? ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ എൻ ഇവൺ നമ്പർ എന്ന് ഇവിടെ ഒരു ഇവൺ നമ്പർ എന്ന് എഴുതി. പിന്നെന്താണ്? ഇമീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ എൻ ഓഡ് നമ്പർ, ഓഡ് എന്ന് എഴുതി. ഇങ്ങനത്തെ ഈ കോമ്പിനേഷനാണ് നമുക്ക് ഇതിൽ നിന്ന് കാണേണ്ടത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും നോക്കിയാൽ മതിയല്ലോ. ഇവണ് ഏതൊക്കെയാണെന്ന് വരുന്നത് നോക്കാം. സോ ഇവിടെ ഒന്നും ഇവണായിട്ട് വരുന്നില്ല. ഇവിടെ ഒരു ഇവണായിട്ട് വരുന്നുണ്ട്. 0 നമ്മൾ ഇവൺ നമ്പറാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു കോമ്പിനേഷനാണ്. കാരണം എന്താണ്? ഇവിടെ ഒരു ഓഡ് നമ്പറും ഉണ്ട്, ഒരു കോമ്പിനേഷനായി. അടുത്ത് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു കോമ്പിനേഷനായി. പിന്നെ ഇവിടെ ഒരു കോമ്പിനേഷൻ ഇല്ല, കാരണം ഇത് 3ഉം ഇവനാണ്. ഇപ്പോൾ 2 കോമ്പിനേഷനാണുള്ളത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 2 എന്നായിരിക്കും. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. All the composite numbers are dropped from the string. Then which number will be the 6th from the right end? So ഇതിൽ ഏതൊക്കെയാണ് കമ്പോസിറ്റ് നമ്പർ നോക്കാം. നോക്ക്, 8 ഒരു കമ്പോസിറ്റ് നമ്പർ അല്ലേ? പിന്നെ 6 ഒരു കമ്പോസിറ്റ് നമ്പർ അല്ലേ? 9, 8, പിന്നെ 8, 6, 6, 4, 6, 6 ഇതൊക്കെ കമ്പോസിറ്റ് നമ്പറൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോദിക്കുന്നത് എന്താ? 6th ഫ്രം ദ റൈറ്റ് എൻഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1, 2, 3, 4, 5, 6 ആൻസർ എന്താണ്? 5 ആണ് ആൻസർ വരിക. അപ്പോൾ എന്തായിരിക്കും ആൻസർ? നൺ ഓഫ് ദീസ് ആയിരിക്കും. ചില ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നൺ ഓഫ് ദീസ് അല്ലേ ആൻസർ കാണുകയല്ല, എൻ്റെ ആൻസർ തെറ്റായിരിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ നൺ ഓഫ് ദീസും നമുക്ക് അധിക ക്വസ്റ്റ്യൻസിലും ആൻസറായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇനി ഇഫ് ഓൾ ദ ലാസ്റ്റ് 12 നമ്പേഴ്സ് ആർ റിവേഴ്സ്ഡ് ദെൻ വിച്ച് നമ്പർ വിൽ ബി ദ 19th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്? അവസാനത്തെ 12 നമ്പർ റിവേഴ്സ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് 19ാമത്തെ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 19ാമത്തെ നമ്പർ ഏതാണെന്ന് കാണുക. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും എന്നാൽ ഇവിടെ നിന്ന് 3, 6, 9, 12 ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റി ചെയ്താൽ വിചാരിക്കുക 1, 2, 3, 4, 2 പിന്നെ 1. ഇപ്പോൾ എന്താണ്? നമ്മളെ സമയം പോകും. അപ്പോൾ നമുക്ക് ഒരു എളുപ്പ വഴിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എണ്ണിക്കോളുക. ലെഫ്റ്റിൽ നിന്ന് 19ാമത്തെ നമ്പർ അല്ലേ, ഇവിടെ നിന്ന് എണ്ണി നോക്കുക. 3, 6, 9, 12, 13. ബാക്കി എവിടെ നിന്നാണ്? ഇവിടെ നിന്നല്ല എണ്ണി തുടങ്ങണ്ടേ, ഇവിടെ നിന്ന് എണ്ണി നോക്കുക. 13ലാണ് നമ്മൾ നിർത്തിയത്. 16, 19 ആൻസർ എന്ത്? 4. റെഡി? അല്ലാണ്ട് എന്താണ് ഇത്? ഇപ്പോൾ 1, 2, 3, 2 പിന്നെ 1, 2, 3 ഇങ്ങനെ എഴുതി സമയം പോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് ഒരു വര വരച്ചിട്ട് ബാക്കിയുള്ളത് ഇവിടെ നിന്ന് എണ്ണി തുടങ്ങിയാൽ മതി. അപ്പോൾ റെഡി ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഹൗ മെനി സച്ച് ഇവൺ നമ്പേഴ്സ് ആർ ദർ വിച്ച് ആർ ഇമീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ ആൻഡ് ഫോളോഡ് ബൈ എ പ്രൈം നമ്പർ എന്നാണ്. അപ്പോൾ എന്താണ്? ഇവൺ, പിന്നെന്താണ്? പ്രൊസീഡഡ് ബൈ പ്രൈമാണ്, പിന്നെ ഫോളോഡ് ബൈ എന്താണ്? പ്രൈം തന്നെയാണ്. സോ പ്രൈം, ഇവൺ, പ്രൈം എന്നുള്ള ആ കോമ്പിനേഷനാണ് നമുക്ക് കാണേണ്ടത്. നോക്കുകയാണെങ്കിൽ 1, 2, 3 എന്താണ്? 1 എന്തായാലും പ്രൈം അല്ല, പിന്നെ 2 പ്രൈമാണ്, 3 എന്തായാലും ഇവൺ അല്ല, അത് പോട്ടെ. പിന്നെ 3, 8, 7 എന്താണ്? 3 ഒരു പ്രൈമാണ്, 7 ഒരു പ്രൈമാണ്, 8 ഒരു ഇവൺ നമ്പറാണ്. അപ്പോൾ ഇതൊരു കോമ്പിനേഷനായി. അടുത്തത് 7, 3, 5 എന്താണ്? 3 ഒരു ഇവൺ നമ്പർ അല്ല,
അടുത്തത് 5 6 9. 9 എന്താണ്? ഒരു പ്രൈം അല്ല. അടുത്തത് 8 0 3 എന്തായാലും 8 പ്രൈം അല്ല. പിന്നെ 3 2 5 ആണ്. 3 ഒരു പ്രൈമാണ്, 5 ഒരു പ്രൈമാണ്, 2 എന്നുള്ള ഒരു ഈവൺ നമ്പറാണ്. അപ്പോൾ രണ്ടാമത്തെ കോമ്പിനേഷനായി. പിന്നെ ഏതാണ്? 2 5 8. സോ 8 എന്തായാലും എന്താണ്? പ്രൈം അല്ല. പിന്നെ 5 8 3 പ്രൈം ഈവൺ. അടുത്ത കോമ്പിനേഷനായി. അടുത്തത് 3 6 1. 1 എന്താണ്? പ്രൈം അല്ല. അടുത്ത 1 6 4 1 പ്രൈം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വരുന്നത് 3 2 എന്താണ്? 1 എന്താണ്? പ്രൈം അല്ല. അപ്പോൾ ആകെയുള്ള കോമ്പിനേഷൻ എത്രയാണ്? 1 2 3. 3 ആൻസർ വരിക. റെഡി? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. നേരത്തെയും കണ്ടുപിടിച്ചാണ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഈ സീരീസിൽ നിന്ന് ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കാം. 1 3 2 എന്നുള്ളതാണ് ആദ്യത്തെ കോമ്പിനേഷൻ. 1 തവണ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക്. ഇതാണ് കോമ്പിനേഷൻ. പിന്നെ 7 5 3. 7 തവണ 5 വട 3 വട. രണ്ടാമത്തെ കോമ്പിനേഷൻ. പിന്നെ 0 2 3. 0 തവണ 2 തവണ 3 വട. ഇത് 3 എന്താണ്? സെയിം ആയിട്ടുള്ളതാണ്. അടുത്തത് 1 6 4. 1 തവണ 6 വട 4 ഇട. എന്തായി? നോർമലുള്ള ഒരു ഫോർമാറ്റ് അല്ലല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അടുത്തേയും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചായിട്ട് പറയാം. അടുത്തത് 3 1 2 നോക്കുകയാണെങ്കിൽ 3 1 2 എന്താണ്? മറ്റേ ഫോർമാറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും? 1 6 4. ഈ ചാപ്റ്ററിലെ ഡിജിറ്റ് സീരീസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സീരീസുകൾ അടുത്ത വീഡിയോയിൽ കാണാം.